എല്ലാവർക്കും നമസ്കാരം. ഇത് ഫിലിം സ്റ്റോറി മാൻ മീഡിയയിലേക്ക് ഹാർദവമായ സ്വാഗതം. ബോള ഗോളം ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നത് ഫുട്ബോൾ വേൾഡ് കപ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. മലപ്പുറംകാരാണ് ഫുട്ബോളിൻ്റെ മാന്ത്രികത്വം എന്നാണ് നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്നത്. ഈ ഫുട്ബോൾ എന്ന ആ കളിയെ ആസ്പദമാക്കി ജുനൈസ് എന്ന ഡയറക്ടർ അഖിൽ എന്ന നായകനെയും കൂടാതെ നമ്മുടെ മലയാളത്തിൽ തിളങ്ങി നിൽക്കുന്ന കൈലാഷ് എന്ന നടനെയും ഉൾക്കൊള്ളിച്ച് മറ്റ് കഥാപാത്രങ്ങളും ഉൾക്കൊള്ളിച്ചെടുത്ത ചിത്രമാണ് ബോള ഗോളം. നല്ലൊരു ചിത്രമാണ്. നല്ല രസമായിട്ടാണ് ഇതിൻ്റെ ക്ലൈമാക്സ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ഫുട്ബോൾ കളിയുടെ പശ്ചാത്തലത്തിൽ എടുത്തിരിക്കുന്ന ഈ ചിത്രം എല്ലാവർക്കും, ഫുട്ബോൾ പ്രേമികൾക്ക് മാത്രമല്ല പ്രേമിച്ച് നടക്കുന്നവർക്കും ഈ ചിത്രം ഇഷ്ടപ്പെടും. കാരണം അത്രയ്ക്ക് നല്ലൊരു സന്ദേശം ഈ ചിത്രത്തിലൂടെ നൽകുന്നുണ്ട്. ഒരു ഫുട്ബോളിൻ്റെ പുറകെ നടക്കുന്ന ഒരു ഫുട്ബോൾ ഭ്രാന്തനായിട്ട് കാണിക്കുന്ന ഒരു കോച്ച്, അദ്ദേഹത്തിൻ്റെ ആ ഗ്രാമപ്രദേശത്തുള്ള കുട്ടികളെ മുഴുവനും ഈ ഫുട്ബോൾ പ്രേമത്തിലോട്ട് കൊണ്ടുവരികയും മയക്കുമരുന്നിനും മറ്റും ഒന്നും അടിമപ്പെടാതിരിക്കാനും. പക്ഷേ ഇതിൽ അങ്ങനെ ഒരു ഇത് കാണിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ മയക്കുമരുന്നിൻ്റെ ഒരു വിളയാട്ടമാണ് എല്ലാ സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം കളിസ്ഥലങ്ങളില്ല, പിള്ളേർക്ക് ഒരുമിച്ച് കൂടാൻ പറ്റിയ സ്ഥലങ്ങളില്ല. ഇങ്ങനെയൊക്കെ വന്നാണ് നമ്മുടെ ഇവിടെ ടർഫും മറ്റു കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ ഒരു പ്രദേശത്ത് ഒരു സ്ഥലമെടുക്കുന്നു, അത് അവർ നന്നാക്കുന്നു, പിന്നെ അത് ഭൂമാഫിയയുടെ ഇത് വരുന്നു. അങ്ങനെ കുറേ സംഭവവികാസങ്ങളൊക്കെ ഈ ചിത്രത്തിലൂടെ കാണിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. എന്തായാലും നല്ലൊരു മനോഹരമായ ചിത്രമാണ് ബോള ഗോളം. എല്ലാവർക്കും തിയേറ്ററിൽ പോയി കാണാവുന്ന ഇഷ്ടപ്പെടുന്നൊരു ചിത്രം തന്നെ. കാരണം ഇഷ്ടപ്പെടാതിരിക്കില്ല, കാരണം അത്രയ്ക്കും ഇഷ്ടപ്പെടുന്നൊരു ചിത്രം. കുട്ടികളും മറ്റും തീർച്ചയായും പോയി കാണുക. ഇപ്പോൾ ഈ മയക്കുമരുന്നിൻ്റെ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതും ഇതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നുണ്ട്. നല്ല ആക്ഷൻ രംഗങ്ങളുണ്ട്, നല്ല ഗാനങ്ങളുണ്ട്, നല്ല ലൊക്കേഷൻ. അപ്പോൾ എല്ലാവരും ബോള ഗോളം തിയേറ്ററിൽ തന്നെ പോയി കാണുക. താങ്ക് യു.